വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങളിപ്പോൾ പോകുന്നത് ഇവിടെ ബാംഗ്ലൂർ സിറ്റിയിലാണ്. ഇതുവരെ ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകൾ, കൃഷികൾ, പിന്നെ അട്ടിബല, സർജാപുര ആ ഭാഗത്തൊക്കെ കാണിച്ചോളൂ. പിന്നെ ബാംഗ്ലൂരിൽ താമസിച്ചിട്ട് ബാംഗ്ലൂർ സിറ്റി എന്താ കാണിക്കാത്തതെന്ന് ആലോചിക്കുമ്പോൾ ഇന്ന് ഞങ്ങൾ സിറ്റിയിലൂടെ പോവാണ്, ബാംഗ്ലൂർ സിറ്റി. ഇപ്പം ഞങ്ങളിപ്പോൾ ഉള്ളത് സബർബൻ ഏരിയയില്ല ബാംഗ്ലൂരത്തെ. ഇവിടെ കൃഷികളിങ്ങനെ നിറഞ്ഞു കിടക്കുന്ന കൃഷി സ്ഥലങ്ങൾ, പിന്നെ ഇടയ്ക്ക് ചെറിയ ചെറിയ അപ്പാർട്ട്മെൻറ്റുകൾ, വീടുകൾ, അങ്ങനെയൊക്കെ. ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റാണ് കാണാൻ അസറ്റ് അൽക്കസാർ. അപ്പോൾ 2 വർഷമായി ബാംഗ്ലൂർ സിറ്റിയിലൊക്കെ പോയിട്ട്. അപ്പോൾ ഇപ്പോൾ കൊറോണയൊക്കെ തുടങ്ങിയതുകൊണ്ട് 2 വർഷമായിട്ട് പോയിട്ടില്ല, ഭയങ്കര കേസസൊക്കെ ആയിക്കൊണ്ട്. ഇപ്പം ഇവിടെ ബാംഗ്ലൂരിലെ കേസസൊക്കെ കുറഞ്ഞുകൊണ്ട് വെറുതെ സിറ്റിയിലൂടെ പോയി കറങ്ങിയിട്ടൊക്കെ വരാൻ തീരുമാനിച്ചു. അപ്പോൾ എൻ്റെ അനിയത്തിക്കും എനിക്ക് ബോറടിച്ച് അപ്പാർട്ട്മെൻറ്റിൽ എൻ്റെ വെറുതെ ഇരുന്നിട്ട് എവിടെയും പുറത്ത് ഇറങ്ങാനൊന്നും പറ്റിയില്ലല്ലോ. അപ്പോൾ അതിനു വേണ്ടി ഇപ്പോൾ ഇറങ്ങിയതാണ്. വെറുതെ സിറ്റിയിലൂടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് കൊറോണ സമയത്ത് എങ്ങനെയുണ്ട് സിറ്റിയിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് വരാം. ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ അവിടെ ഒരു പാടത്തിലാണ് നിൽക്കുന്നത്. ഇവിടെ കണ്ടില്ല പുറകെ അങ്ങോട്ടൊക്കെ കുറേ പ്രോജക്ട്സൊക്കെ നടന്നുകൊണ്ടിരിക്കാം. നമുക്ക് കയറിയിട്ട് ബാംഗ്ലൂർ സിറ്റികളുടെ കാഴ്ചയിലേക്ക് നമുക്ക് യാത്ര ആരംഭിക്കാം. അപ്പോൾ കണ്ണാലിനെ പറഞ്ഞൊരു സ്ഥലത്തെത്തി. ഇവിടെ റൈറ്റ് സൈഡിൽ വിപ്രോയുടെ ഓഫീസൊക്കെ കാണാം. ഇതുകൊണ്ട് ഇപ്പോൾ പുതിയതായിട്ട് ഇവിടെ റോഡൊക്കെ ടാറിട്ട് നല്ല വീതിയിൽ പണിത് കണ്ട. അപ്പോൾ അതാ ഇബ്ലൂർന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഇവിടെ ആ ഫ്ലൈ ഓവർ കാണാതെ ഔട്ടർ റിംഗ് റോഡാണ് അത്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കൊളംബേഷ്യയുടെ ഒരു ഹോസ്പിറ്റലൊക്കെ ഉണ്ടാകും, കൊളംബേഷ്യ ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ അത് ഔട്ടർ റിംഗ് റോഡിൻ്റെ അകത്ത് കയറി. ഇപ്പം ഞങ്ങൾ ബെലന്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് പോകുന്നത്. ഇവിടെ ഇപ്പോൾ പുതിയതായിട്ട് ബസ് ലൈനൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ മൈക്രോസോഫ്റ്റിൻ്റെ ഒരു ബിൽഡിങ്. ബെലന്തൂർ മറാത്തലി സ്ട്രെച്ചിലൊക്കെ IT കമ്പനികൾ അധികമുള്ള. ഇതേ വഴിക്ക് തന്നെ ഹൈദരാബാദ്, പൂനെ, കോലാർ അങ്ങനെയൊക്കെ പോകണേ. ഇവിടെ കുറേ ലക്ഷറി ഹോട്ടൽസ് ഒക്കെ ഉണ്ട്. നോവ് ഹോട്ടല്, ടിപ്പൂസ് ഹോട്ടല്, പിന്നെ ഇവിടെ കോട്ടിയാർ മാരിയറ്റ്, അങ്ങനെ കുറേ ലക്ഷറി ഹോട്ടൽസ് ഉണ്ട്. ഇതിൻ്റെ അടുത്ത് തന്നെ മമ്മി വർക്ക് ചെയ്യണ ഓഫീസുള്ളത്, ഇന്റല്. കാടു ബേസനഹള്ളി അണ്ടർപാസ്. അത് ഈ അണ്ടർപാസിന്റെ മുകളിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു ബിൽഡിങ്ങിൽ കിയയുടെ ഷോറൂം ഉണ്ട്, JSP കിയ. ആ ഷോറൂമിൽ വെച്ചാണ് നമ്മുടെ ഈ വണ്ടി മേടിച്ചത്, കിയ സെൽറ്റോസ്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ JP മോർഗാന്റെ ഒരു IT പാർക്ക് ഉണ്ട്, ഫേമസ് IT പാർക്കാണ്. ഇപ്പം മറാത്തലിന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തി. ഇവിടെ ഇനി HIലോട്ട് പോകുന്ന വഴിയിലേക്ക് തിരിയണം. കുറെ നാളായി ഈ വഴിയിലൊക്കെ വന്നിട്ട്. ഓൾഡ് എയർപോർട്ട് റോഡിലോട്ടാണ് തിരിയണ. ഇപ്പൊ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് എയർഫോഴ്സിന്റെ കോമ്പൗണ്ടാണ്. ഇത് കണ്ട നല്ല ഭംഗിന്റെ ഈ വഴിയിലൂടെ പോവാണ്. അപ്പുറത്തെ മരങ്ങള് ഇങ്ങനെ റോഡിന് ഇങ്ങനെ മൂടിയിട്ട് കണ്ട.
ഭംഗിയാ നോക്ക്. എയർഫോഴ്സിന്റെ റൺവേ അങ്ങനെയൊക്കെയാണ് HAL. ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് HAL മ്യൂസിയം ഒക്കെയാണ്. ഇത് കണ്ട ഹെറിറ്റേജ് സെന്റർ ആൻഡ് എയറോനോട്ടിക് മ്യൂസിയം നമുക്ക് കണ്ടു പോയാലോ? ആ, അപ്പൊ ഇതെല്ലാം അങ്ങോട്ട് പോയി നോക്കാം. HAL മ്യൂസിയം. അപ്പോൾ അങ്ങനെ HAL മ്യൂസിയമിൻ്റെ അവിടെ പോവാണ്. വണ്ടി പാർക്ക് ചെയ്തു. ഇവിടെ വീഡിയോ എടുക്കാൻ സമയക്കുന്ന അറിയില്ല, പക്ഷെ പെർമിഷൻ ഉണ്ട് കയറാൻ. കണ്ട ഹെറിറ്റേജ് സെൻറ്റർ ആൻഡ് എയറോസ്പേസ് മ്യൂസിയം HAL. അപ്പോൾ ഇവിടെ അകത്ത് കയറാൻ പൈസ കൊടുക്കുകയാണ്, ടിക്കറ്റ്. ഇതാണ്ട ഓൾഡ് എയർപോർട്ട് റോഡാണിത്. എന്താ ഓൾഡ് എയർപോർട്ട് റോഡ് എന്ന് വെച്ചാൽ അതൊക്കെ കണ്ട ഓൾഡ് എയർപോർട്ട്, പഴയ എയർപോർട്ടിൻ്റെ റൺവേ ആ കാണുന്നത്, ആ മതിലിൻ്റെ അപ്പുറത്ത്. ആദ്യം എയർപോർട്ട് ഇവിടെയായിരുന്നു HAL. പിന്നെ എയർപോർട്ട് കെമ്പേഗൗഡ ഇൻ്റർനാഷണൽ എയർപോർട്ട് ആക്കിയത് ഹെബ്ബാല ദേവനഹള്ളിയിൽ വെച്ച്. ഉണ്ടോ? അപ്പോൾ അത് പൈസ കൊടുത്ത് മൊബൈൽ ക്യാമറയ്ക്ക് 75 റുപ്പീസ് കൊടുക്കണം. അപ്പോൾ HAL മ്യൂസിയമിൻ്റെ അകത്ത് കയറി. അപ്പം ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഉണ്ടോ? അപ്പോൾ അത് ഇവിടെ ഫൈറ്റർ ജെറ്റിൻ്റെ ഇവിടെ കാണിക്കാൻ വേണ്ടി ഇവിടെ ഒരു പഴയ ജെറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. കണ്ട ഇതിൻ്റെ വീലൊക്കെ നോക്കിക്കാൻ ആദ്യമായിട്ടാണ് എൻ്റെ അടുത്ത് പോയ വീലൊക്കെ കാണുന്നത്. ഇപ്പം ഇവിടെ കുറേ ഫൈറ്റർ സെറ്റുകളുണ്ട് ഇങ്ങനെ കാണിക്കാൻ വേണ്ടി. കണ്ട ഇപ്പം എല്ലാത്തിൻ്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. മിഗ. ആ, അപ്പം മറ്റേത് മറൂത്ത് ഫൈറ്റർ സെറ്റാണ്. അപ്പോൾ ഇത് MiG-21 ഫൈറ്റർ സെറ്റ്. 10 നോട്ട്സൊക്കെ ഇതിനകത്ത് എന്താ കൊടുത്തിട്ടുണ്ട്. ബിൽഡ് അണ്ടർ ലൈസൻസ് വിത്ത് USSR. എന്താ എൻ്റെ വിങ്ങൊക്കെ നോക്കിക്കാൻ. ഇതതിൻ്റെ എന്താ? ആ, ഇപ്പം ഇതാണ് ആ ഫൈറ്റർ ജെറ്റിൻ്റെ എൻജിൻ. കണ്ട അപ്പം ഈ ഒരു ഫൈറ്റർ ജെറ്റ് IJT ഫൈറ്റർ ജെറ്റാണ്. ഇത് കണ്ടോ ഇതിൻ്റെ ഇങ്ങനെ പോയിൻ്റായിട്ട് കിടക്കാം മുമ്പ് ഭാഗം. ഇവിടെ ഇതിൽ മുന്നിൽ 2 വീലുണ്ട്. S342. അപ്പോൾ ഇത് പച്ച കളർ LCA ഫൈറ്റർ ജെറ്റ്. അപ്പോൾ ഇത് പൈലറ്റ്ലെസ് ടാർഗറ്റ് എയർക്രാഫ്റ്റാണ്. അതായത് ബോംബൊക്കെ കൊണ്ടിടാനുള്ള ഇത്. ലക്ഷ്യ പൈലറ്റ്ലെസ് ടാർഗറ്റ് എയർക്രാഫ്റ്റ്. കണ്ടോ എന്ത് ചെറുതാ നോക്ക്. അപ്പോൾ 5-6 ഫൈറ്റർ സെറ്റ് പിന്നെ ഈ ഒരു ടാർഗറ്റ് എയർക്രാഫ്റ്റ് ഇങ്ങനെ കാണിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. കണ്ട അപ്പോൾ ഇവിടെ ഒരു ഫൈറ്റർ ജെറ്റ് പറക്കാൻ പോകുന്ന രീതിയിൽ എന്നെ കാണിച്ചിട്ടുണ്ട്. അജീറ്റ് ഫൈറ്റർ ജെറ്റ്. കണ്ട ഇന്ത്യൻ ഫ്ലാഗിൻ്റെ ആ സ്ട്രിപ്പ് ഒക്കെ വെച്ച് കണ്ട.
അപ്പോൾ ഇവിടെ ക്യാൻബെറാന്ന് പറഞ്ഞ വേറൊരു ഫൈറ്റർ ജെറ്റ്. അപ്പോൾ ഇത് കുറച്ച് വലിയ ഫൈറ്റർ ജെറ്റാണ്. ഇതുകൊണ്ടോ ഞാൻ തൊടുന്നത്, കണ്ടോ? ഈ വിങ്ങിൻ്റെ അടിയിലാണ് ഞാനിപ്പോൾ നടക്കുന്നത്. എന്ത് വീതിയുള്ള വിങ്ങാണൊക്കെ. അപ്പോൾ ഈ ഒരു ഹെലികോപ്റ്റർ ആർമികൾക്കും മിലിറ്ററികൾക്കൊക്കെ ഫൈറ്റിംഗ് വേണ്ടിയൊക്കെ പോകുന്ന ഒരു ഹെലികോപ്റ്ററാണ്. അപ്പോൾ ഇത് നേവി ഹെലികോപ്റ്ററാണ്. ഇതുണ്ടോ ഒരു നേവി ഹെലികോപ്റ്ററാണ് ഇത്. സീ കിങ് MK-42. ഇവിടെ ആർമീനെ പറ്റി കുറേ സംഭവമുണ്ട്. എൻ്റെ പപ്പയുടെ പപ്പ എയർഫോഴ്സിലായിരുന്നു. ഇത് ഹെർബൽ ഗാർഡനാണ്. കുറേ മെഡിസിനൽ പ്ലാന്റ്സ് ഉണ്ട് ഇവിടെ. ഇതിനകത്തും കയറാം. അപ്പോൾ ഇവിടെ ബ്രഹ്മി അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഈ ഇലയില്ലേ, ഇതൊരെണ്ണം എടുത്ത് ബുക്കിനകത്ത് വെച്ചാൽ ഇലയുടെ ഇതിൽ കൂടെ വേരുമുളയ്ക്കും, എന്നിട്ട് ചെടിയാവും. അതേപോലെ അല്ലേ? ഏത് സൈഡിൽ കൂടെ ഇതൊരു ഇതിനകത്തില്ല, അത് അതിൽ കൂടെ വരാം. അപ്പൊ ഇവിടെ ഓർക്കിഡാരിയം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അത് ഇവിടെ ഇതിനകത്ത് കയറാം. ഇവിടെ കുറെ ഓർക്കിഡ് ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ട്. ഇവിടെ ഒരു സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് HPT-32 എന്ന് പറഞ്ഞ ഒരു പ്രൊപ്പല്ലർ എയർക്രാഫ്റ്റാണ്. ഒരു ഹൈറ്റ് കുറഞ്ഞ എയർക്രാഫ്റ്റ്. എയർപ്ലെയിൻ പറന്നുകൊണ്ടിരിക്കുകയായിരിക്കും മുകളിൽ ആകാശത്തില്. അപ്പൊ ഇതിക്ക് ഫ്യൂവല് കൊടുക്കണം. ടാങ്കർ എയർക്രാഫ്റ്റ് ഉണ്ട്, അതിൽ നിന്ന് ഒരു വള്ളി വന്ന് ഇതിനകത്ത് ഇങ്ങനെ കണക്ട് ആവും. എന്നിട്ട് ഫ്യൂവല് പറന്നുകൊണ്ടിരിക്കുമ്പോ തന്നെ ഫ്യൂവലും കൊടുക്കും. എന്ത് പോയിന്റാ നോക്കുന്നത്. അപ്പൊ ഇതിന്റെ പേരെന്താ? ഫ്യൂവലൊക്കെ നിറയ്ക്കാൻ വേണ്ടിട്ടാണ്. അപ്പൊ ഈ ഒരു എയർക്രാഫ്റ്റിന്റെ പേരാണ് എനിക്കറിയില്ല, പക്ഷെ ഇത് നല്ല ലെങ്ത് ഉള്ള ഒരു എയർക്രാഫ്റ്റാണ്. അവിടെ മുന്നിൽ ശിവലൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു അഡ്വാൻസ്ഡ് ലൈറ്റ് ഹെലികോപ്റ്റർ അടുത്തെത്തി. ഇതിന് പറയുന്നത് അഡ്വാൻസ് ലൈറ്റ് ഹെലികോപ്റ്റർ ധ്രുവ് എന്നാണ്. അപ്പം ഇതിനകത്ത് കയറാൻ പറ്റാ? എന്താ പൈലറ്റൊക്കെ ഇരിക്കുന്ന സ്ഥലം. ഇതെന്താ? ആന്റിനയാ? എന്തിന്? ട്രാഫിക് കൺട്രോൾ ചെയ്യണം. എയർ ട്രാഫിക് കൺട്രോൾ ചെയ്യണ ആന്റിന. അപ്പോൾ ഇത് ഡൗ എന്ന് പറഞ്ഞ ഒരു എയർക്രാഫ്റ്റാണ്. അപ്പോൾ ഇതിൽ 2 പ്രൊപ്പല്ലർ എൻജിൻസ് ഉണ്ട്. ഇവിടെ വേറൊരു എയർക്രാഫ്റ്റ് ഒക്കെ കാണിക്കുന്ന സ്ഥലമുണ്ട്. 3 എയർക്രാഫ്റ്റ് ഇവിടെ ഉണ്ട്. അപ്പം എല്ലാം ഓരോന്നോരോന്ന് കാണാം. അപ്പോൾ ഇവിടെ മുന്നിൽ 2 എൻജിൻ കാണാൻ പറ്റും. ഇതാ കണ്ട. ഇന്ത്യക്കാര് ഡെവലപ്പ് ചെയ്ത ഇതാ ഈ എയർക്രാഫ്റ്റ്. ആ, അപ്പോൾ ഇത് കിരൺ എന്ന് പറഞ്ഞ ഒരു എയർക്രാഫ്റ്റാണ്. ഇന്ത്യക്കാർ ഉണ്ടാക്കിയ ഒരു എയർക്രാഫ്റ്റ്. HAL ഡെവലപ്പ് ചെയ്ത കിരൺ എന്ന് പറഞ്ഞ ഒരു എയർക്രാഫ്റ്റാണ് ഇത്. അപ്പോൾ ഇതിൽ മുന്നിൽ ഒരു ലൈറ്റ് ഉണ്ട്.
ഇതും HIL ഡെവലപ്പ് ചെയ്തതാണ്, ഡിസൈൻ ചെയ്തും ഡെവലപ്പ് ചെയ്തത്. ഹിന്ദുസ്ഥാൻ ട്രെയിനറായത്, ഹൈറ്റ് കുറഞ്ഞ ഒരു എയർക്രാഫ്റ്റ്. ആ വിങ്ങൊക്കെ ഗ്രൗണ്ട് വരെ ടച്ച്, അത്രയും ഹൈറ്റ് കുറഞ്ഞതാണ്. പിന്നെ ഇവിടെ കുറച്ചുകൂടെ ഹൈറ്റ് കുറഞ്ഞ ചെറുത് ഉണ്ടോ, ബാംഗ്ലൂരിലെല്ലാം ഡെവലപ്പ് ചെയ്ത ഹൻസ എന്ന് പറഞ്ഞ ഒരു എയർക്രാഫ്റ്റ്. അപ്പോൾ ഇത് ഡിസൈൻ ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്തിട്ട് നാഷണൽ എയറോസ്പേസ് ലാബോറട്ടറീസ് ബാംഗ്ലൂർ. അപ്പോൾ ഇത് ഫുൾ സൈസ് ഹീറ്റ് ഷീൽഡ് ഓഫ് എ PSLV ആണ്, കണ്ട. അപ്പോൾ ഞങ്ങളിപ്പോൾ കയറാൻ പോകുന്നത് എയർക്രാഫ്റ്റ് ആൻഡ് എൻജിൻ ഇൻഡോർ ഡിസ്പ്ലേ, അതിൻ്റെ അകത്താണ്. കണ്ട. എയർക്രാഫ്റ്റ് മെറ്റൽ ടാങ്ക് ഷോപ്പ്. അപ്പോൾ ഇത് പിസ്റ്റൺ എൻജിനാണ്. ഇതെന്താ യൂസ്ഡ് ഓൺ ഡക്കോട്ട എയർക്രാഫ്റ്റ് എൻജിനാണ് അത്. ഇവിടെ കുറേ എൻജിൻസ് ഉണ്ട്. അഡോർ MK811 ടൈപ്പ് ആക്സിയൽ ഫ്ലോ ടർബോ ഫാൻ എൻജിൻ. പിന്നെ ഇത് ഓർഫിയസ് 70105 ടൈപ്പ് സ്ട്രെയിറ്റ് ഫ്ലോ ടർബോജെറ്റ് ഉണ്ടാകും. പിന്നെ ചെറിയ എയർപ്ലെയിൻ്റെ മോഡലുണ്ട്, ഡോർണിയർ പാസഞ്ചർ എയർക്രാഫ്റ്റ്. പിന്നെ ഇത് ആക്സിയൽ ഫ്ലോ ടർബോ പ്രോപ്പ് ഗാരറ്റ് 331525D. പിന്നെ ഇതൊരു ജെറ്റ് എൻജിനാണ്, HJE 2500 പ്രൊപ്പല്ലർ ടർബൈൻ എൻജിൻ. ഇത് കണ്ട, ഡാർട്ട് മാർക്ക് 5332. പിന്നെ ഇവിടെ HS748 ആബ്രോ പാസഞ്ചർ എയർക്രാഫ്റ്റിൻ്റെ ആ ഒരു മോഡല്. പിന്നെ ഇവിടെ സിംഗിൾ ഷാഫ്റ്റ് ടർബൈൻ എൻജിൻ. ഇതുകൊണ്ട് കിരൺ എയർക്രാഫ്റ്റ് അസംബ്ലി ലൈൻ 1966, അതിൻ്റെ ഒരു പിക്ചർ അവിടെ ഉണ്ട്. പിന്നെ മരുത് ഫുൾ സ്കെയിൽ വൈബ്രേഷൻ ടെസ്റ്റ് ആ ഡേറ്റിൽ. അപ്പോൾ ഈ ഒരു എയർക്രാഫ്റ്റ് ഡിസൈൻ ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്തിട്ട് HIL ബസന്ത് എന്ന് പറഞ്ഞ ഒരു എയർക്രാഫ്റ്റ്. ഈ എയർക്രാഫ്റ്റിൻ്റെ എൻജിനാണിത്, കണ്ടോ. ഇത് പുഷ്പക് എന്ന് പറഞ്ഞ ഒരു എയർക്രാഫ്റ്റ്. എന്തെങ്കിലുമൊക്കെ തകരാറ് സംഭവിച്ച് പ്ലെയിൻ പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ പൈലറ്റ് ആ സീറ്റോടെ ഇങ്ങനെ എജക്ട് ചെയ്ത് വെളിയിൽ വരും തെറിച്ചിട്ട്. എന്നിട്ട് ആകാശത്ത് നിന്ന് ഇങ്ങനെ വന്ന് ലാൻഡ് ചെയ്യും. അതാ കൊടുക്കുക. പൈലറ്റ് പോർട്ട് സീറ്റ് എന്നാ പറഞ്ഞു, പോർട്ട് സീറ്റ്. അതങ്ങനെ എജക്ട് ചെയ്ത് വരും. ഇപ്പൊ ഫൈറ്റർ ജെറ്റ് മുകളിൽ കൂടെ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുക. അപ്പൊ അതിന് എന്തെങ്കിലും തകരാറൊന്നല്ല, വേറെ ആരെങ്കിലും വെടി വെച്ചിടുകയോ ചെയ്ത് കഴിയുമ്പം പൈലറ്റിന്റെ ആ സീറ്റിനകത്ത് ബട്ടൺ ഉണ്ട്, അത് പിടിച്ച് ഞെക്കി കഴിയുമ്പോൾ സീറ്റ് മുകളിൽ കൂടെ തുറന്നിട്ട് വെളിയിലേക്ക് ഇജക്ട് ചെയ്യും. എന്നിട്ട് പാരഷൂട്ടിൽ ഇറങ്ങണ പോലെ ഇങ്ങനെ ഇറങ്ങി വരും താഴ്ച. അപ്പോൾ പൈലറ്റിനൊന്നും സംഭവിക്കില്ല. കണ്ട ആ ലിവർ കണ്ട, ആ ലിവറിൽ പിടിച്ച് ഞെക്കി കഴിയുമ്പോൾ അതങ്ങനെ എജക്ട് ചെയ്ത്. അപ്പോൾ അങ്ങനെ ആ ഒരു എയർക്രാഫ്റ്റിൻ്റെ ഡിസ്പ്ലേന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ എന്താ സംഭവം നോക്കാം. ഇപ്പം ഇത് എയർക്രാഫ്റ്റ് ഡിസൈൻഡ് കണ്ട കുറേ ടൈപ്പ് എയർക്രാഫ്റ്റ്, ബസന്ത്, HPT-32 നമ്മൾ കണ്ട എല്ലാ എയർക്രാഫ്റ്റ് ഉണ്ടാകും. പിന്നെ ഇത് എവല്യൂഷൻ ഓഫ് അഡ്വാൻസ് ലൈറ്റ് ഹെലികോപ്റ്റർ.
എന്താ അതൊക്കെയായിരുന്നു. പിന്നെ എവല്യൂഷൻ ഓഫ് ഇൻഡിജീനിയസ് എയറോ എൻജിനുകൾ അതൊക്കെ. അപ്പോൾ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ അവിടെ റോക്കറ്റിൻ്റെ ആ ഒരു മോഡൽ അവിടെ വെച്ചിട്ടുണ്ട്, അത് പോയി നോക്കാം. അപ്പോൾ ഇത് കണ്ട GSLV, അതായത് ജിയോ സിൻക്രോണിയസ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ കണ്ട, ഒരു ചെറിയ റോക്കറ്റ്. അപ്പോൾ ഇവിടെ AV ഹോളുണ്ട്, റോക്കറ്റിനെ പറ്റി മറ്റേനൊക്കെ പറ്റി, അത് പോയി നോക്കാം. ഇതുണ്ട് GSLV-യുടെ ISRO ഇന്ത്യ. ഇതുണ്ട് ഒരു കുഞ്ഞു റോക്കറ്റ്. പിന്നെ ഇത് GSLV-യുടെ ISRO ഇന്ത്യ റോക്കറ്റ്. പിന്നെ ഇതുണ്ട് ആ റോക്കറ്റിനെ കുറിച്ചതെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ HALൻ്റെ ഹിസ്റ്ററി ഒക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇമ്പോർട്ടൻറ്റ് മൈൽ സ്റ്റോൺസ് ഓഫ് HAL, ലൊക്കേഷൻ ഓഫ് HAL ഡിവിഷൻ ബാംഗ്ലൂർ, ഹൈദരാബാദ്, ബാരക്പൂർ, ലക്നൗ, അങ്ങനെ കുറേ സ്ഥലത്തുണ്ട്. അപ്പോൾ 1961 to 1970, അതായത് ഈ ഒരു ഡിക്കേഡിൽ എന്തൊക്കെ സംഭവിച്ചു, എന്തൊക്കെ സംഭവം ഉണ്ട്, അതൊക്കെ ഇവിടെ മതിലിൻ്റെ സൈഡിൽ ഇപ്പുറത്തും കൊടുത്തിട്ടുണ്ട്. 1961 HF-24 മാരുത് എയർക്രാഫ്റ്റ് അസംബ്ലി, അങ്ങനെ കണ്ട GNAT എയർക്രാഫ്റ്റ് അസംബ്ലി ലൈൻ 1961. അങ്ങനെ എന്തൊക്കെ സംഭവങ്ങളുണ്ടായി അതൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1971 to 1980 ആ ഒരു സെക്ഷനിലാണ് വന്നത്. അപ്പോൾ ഈ സമയത്ത് എന്തൊക്കെ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായി അതൊക്കെയാണ് കൊടുത്തേക്കണേ. കണ്ട എൻജിൻസ് ഡിവിഷൻ മെഷീൻ ഷോപ്പ് 1973 ഡെവലപ്പ് ചെയ്ത്. പിന്നെ ഇവിടെ കുറേ എയർക്രാഫ്റ്റിൻ്റെ മോഡലൊക്കെ വെച്ചിട്ടുണ്ട്. MiG-21 BIS-ൻ്റെ ഒരു മോഡൽ കണ്ട. ബസന്ത് അഗ്രികൾച്ചറൽ എയർക്രാഫ്റ്റ് അതിൻ്റെ കണ്ട. ഇപ്പോൾ 1971 to 1980 ആ സെക്ഷനിൽ എന്തൊക്കെ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായിന്നാണ് ഇവിടെ കൊടുത്തേക്കണത്. വേറെ സെക്ഷനിലോട്ട് പോകാം. അതേപോലെ ഒരു ഡിക്കേറ്റിൽ കുറേ സെക്ഷൻ ഉണ്ട് ഇവിടെ. ഇപ്പോൾ 1981 to 1990, നേരത്തെ കണ്ടിട്ട് 1971 to 1980, 1990 കഴിഞ്ഞിട്ട് 1991 to 2000, അങ്ങനെ ഒരു ഡിക്കേറ്റിൽ കുറേ സെക്ഷൻ ഉണ്ട് കണ്ട. അപ്പോൾ ഈ സമയത്ത് എന്തൊക്കെ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായിന്നൊക്കെയാണ് കൊടുത്തേക്കണത്. 20th സെഞ്ച്വറി വരെ ഉള്ള ഡെവലപ്മെൻറ്റ്സാണ് ഈ കാണുന്നത്. ഈ സമയത്ത് കുറേ പൈലറ്റ്ലെസ് എയർക്രാഫ്റ്റ്, ടാർഗറ്റ് എയർക്രാഫ്റ്റ്, ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് എല്ലാം പറക്കുന്ന പിക്ചേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട് കണ്ട. അപ്പോൾ ഇവിടെ 2001 ആൻഡ് ബിയോണ്ട്, അപ്പോൾ ആ സമയത്ത് ഉള്ള സംഭവങ്ങളാണ് ഇവിടെ. അപ്പോൾ അങ്ങനെ AV ഹാളിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ GSLV-യുടെ റോക്കറ്റ് ആ മോഡലൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി എന്തായാലും ഇത്രയുള്ളൂ കാണാൻ ഇവിടെ HAL മ്യൂസിയമിൽ. അങ്ങനെ മുൻഭാഗത്ത് എത്തി കണ്ട. ആ വഴി കൂടെ പോയി ഈ വഴി കൂടെ ഇറങ്ങി വന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിന് പുറത്തേക്ക് ഇറങ്ങാം. താങ്ക് യു, വിസിറ്റ് അഗെയിൻ. അപ്പോൾ ഈ മ്യൂസിയമിൻ്റെ അപ്പുറത്ത് HAL പഴയ എയർപോർട്ടിൻ്റെ റൺവേ കാണുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങളിപ്പോൾ HAL അകത്ത് പോയി അവിടുത്തെ കുറേ വിഷ്വൽസൊക്കെ ഷൂട്ട് ചെയ്ത് അതിന് എയർക്രാഫ്റ്റിനെ കുറിച്ച് എല്ലാം അറിഞ്ഞു. പിന്നെ AV ഹാളിലൂടെ പോയി കുറേ റോക്കറ്റിൻ്റെ സംഭവങ്ങളെല്ലാം കണ്ടു. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ബാംഗ്ലൂരത്തെ മറ്റേ വിശേഷങ്ങളിലൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. നാളെ നമ്മൾ ബാംഗ്ലൂരത്തെ കുറേ വിശേഷങ്ങളൊക്കെ കാണാൻ പോവാം. ബാംഗ്ലൂരിൽ സിറ്റി ലൈഫ് എങ്ങനെയാണ്, കൊറോണ സമയത്ത് ബാംഗ്ലൂർ എങ്ങനെയുണ്ട്, എല്ലാം പോയിന്ന് നോക്കാം. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് അടിക്കുക. ഈ വീഡിയോയുടെ അഭിപ്രായങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് ഇത് മാക്സിമം ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെ ബൈ.